ഹൃദയപൂർവം ഭാഗം 124. ശരത്തിന്റെ നെഞ്ചോട് ചേർന്ന് ഒരുപാട് കാലത്തിന് ശേഷം ഒരാളെ വിശ്വസിച്ച് മനസ്സിലുണ്ടായത് പറഞ്ഞ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന വാക്കുകളോ പ്രവൃത്തികൾ കൊണ്ടും അവന് മാത്രമായി ഇന്നലെ എന്നത് അവളിൽ ഒരു പുഞ്ചിരി വിരിച്ചു. അവളുടെ തല നെഞ്ചോട് ചേർത്ത് അവൻ കെട്ടിപ്പിടിച്ചിരുന്ന ആ നിമിഷം, താൻ അവൻ്റെ മാത്രമായ നിമിഷം, മനസ്സ് നിറഞ്ഞ് തൻ്റെ സമ്മതത്തോടെ തന്നെ പ്രണയത്തോടെ സ്വന്തമാക്കിയ ആ നിമിഷം മറക്കാനാവാത്ത ഒരു നിമിഷമായി മാറിയിരുന്നു. ദേവികയുടെ ജീവിതത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഉറക്കമായിരുന്നു. അവൾ പതിയെ മുഖം ചരിച്ച് ബെഡിൽ കിടക്കുന്ന ശരത്തിനെ അവൾ നോക്കി. ഇപ്പോഴും തനിക്കായിട്ട് ആ കൈ നീട്ടിവെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അവൻ്റെ കവിളിൽ കുങ്കുമത്തിൻ്റെ ചുവപ്പ് നിറം കാണുന്നത്. അത് കണ്ടതും അവളിൽ ഒരു നാണത്തിൻ്റെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി. അപ്പോഴാണ് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് അവൾ വീണ്ടും ഓർത്തത്. പക്ഷേ പേടിയുണ്ടായിരുന്നില്ല. കാരണം അതിനി ഞാൻ എന്തിനു പേടിക്കണം? താൻ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാനിന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്. അത് ഈ കഴുത്തിൽ കിടക്കുന്ന താലി കൊണ്ട് മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും താൻ ശരത്തേട്ടൻ്റെ ഭാര്യയായി മാറിക്കഴിഞ്ഞു. അവളുടെ ഹൃദയം പതുക്കെ ഇടിച്ചുകൊണ്ടിരുന്നു. ഇന്നാണ് ജഡ്ജിയുടെ മുന്നിൽ, ഈശ്വരന്റെ മുന്നിൽ താൻ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയേണ്ടത്. തനിക്കിനി അവൻ്റെ ഒപ്പം ജീവിക്കേണ്ട. തനിക്കിനി എന്നും തൻ്റെ ശരത്തേട്ടൻ്റെ ഒപ്പം ജീവിച്ചാൽ മതി. ആ നെഞ്ചിൽ കിടന്നുറങ്ങിയാൽ മതി. ആ സ്നേഹം അനുഭവിച്ചാൽ മതി. അത് തുറന്ന് പറയണമെന്നുണ്ട്. പക്ഷെ ഈശ്വരനിൽ നിന്നും ഒരു മോചനം ലഭിച്ചതിന് ശേഷം താൻ തന്നെ അത് ഈശ്വരനോട് പറയുമെന്ന് അവൾ ഉറപ്പിച്ചു. ശരത്ത് ഉറങ്ങിക്കിടക്കുന്നത് കണ്ട് അവൾ എഴുന്നേറ്റ് ഒരു പുഞ്ചിരിയോടെ വാഷ്റൂമിലേക്ക് പോയി. ശരീരത്തിലൂടെ തണുത്ത വെള്ളം വീഴുമ്പോൾ എവിടെയോ എല്ലാം അവൾക്ക് നീറ്റൽ തോന്നുന്നുണ്ട്. പക്ഷേ ആ വേദനയ്ക്ക് മനസ്സിൽ നിറഞ്ഞ സന്തോഷവുമുണ്ട്. വീണ്ടും വീണ്ടും ആ വേദന താൻ ആഗ്രഹിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ഒരു പുഞ്ചിരിയോടെ അവൾ കുളിച്ച് ഫ്രഷായി ഇറങ്ങി. അപ്പോഴും ഉറങ്ങിക്കിടക്കുന്നത് കണ്ട ശരത്തിനെ അവൾ വിളിച്ചു. ശരത്തേട്ടാ, ശരത്തേട്ടാ. അവൾ വിളിച്ചതും പതിയെ അവൻ കണ്ണു തുറന്നു. മുന്നിൽ കുളി കഴിഞ്ഞ് നിൽക്കുന്ന അവളെ കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ ചാടി എഴുന്നേറ്റു. അവളെ വലിച്ച് അവൻ മടിയിലേക്കിരുത്തി. ദേവു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവൻ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ ഇല്ല എന്ന് തലയനക്കി. അത് കേട്ടപ്പോഴാണ് അവന് ആശ്വാസമായത്. അവളുടെ ചുണ്ടിലെ പുഞ്ചിരിയും നാണവും എല്ലാം കണ്ട് അവന് സമാധാനവും സന്തോഷവും തോന്നി. അവളുടെ ഇടുപ്പിലൂടെ അവളെ അവനിലേക്ക് അടുപ്പിച്ചതും അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് വേഗം എഴുന്നേറ്റു. അതെ, വേഗം എഴുന്നേറ്റോ. അമ്മയും അച്ഛനും എഴുന്നേൽക്കുന്നതിന് മുമ്പ് ശരത്തേട്ടൻ റൂമിലേക്ക് പോകാൻ നോക്കിക്കേ, അവൾ പറഞ്ഞു. ഏതു റൂമിലേക്ക്? ഇതാണ് എൻ്റെ റൂം. എൻ്റെ ഭാര്യ എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ട്. അതാണ് എൻ്റെ റൂം. അവൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അഴിഞ്ഞു പോകാൻ തുടങ്ങിയ മുണ്ട് ഒന്നുകൂടി മുറുക്കിയെടുത്ത് അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ അവളുടെ അടുത്തേക്ക് വരുന്നത് അനുസരിച്ച് അവൾ പിന്നിലേക്ക് അടികൾ വെച്ചു. കളിക്കല് ശരത്തേട്ടാ, അമ്മയും അച്ഛനും ആരെങ്കിലും കണ്ട പ്രശ്നമാകുകയെ, അവൾ പറഞ്ഞു. പ്രശ്നമായിക്കോട്ടെ, പ്രശ്നമാക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ച് വന്നിരിക്കുകയാണ് അല്ലേ? കല്യാണം കഴിപ്പിക്കാം ഞാൻ. എനിക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന പെണ്ണിനെ അച്ഛനും ഗംഗയ്ക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന ചെക്കനെ അമ്മയും കെട്ടും, നോക്കിക്കോ. അവൻ പറഞ്ഞതും അവൾ അമ്പരപ്പോടെ അവനെ നോക്കി. അങ്ങനെ തന്നെ നിന്നു. ആ നിമിഷം അവൻ അവളുടെ അടുത്തേക്ക് എത്തിയിരുന്നു. അവൻ അവളുടെ അരയിലൂടെ കൈയിട്ട് അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തി. ഞാൻ പറയട്ടെ, ഇനിയും പറയാതിരുന്നാൽ ശരിയാകില്ല. അതുകൊണ്ട് പറയാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ആദ്യം ഇന്നത്തെ ആ കോടതി എന്ന ആ കടമ്പ കടക്കട്ടെ. ഈശ്വർ എന്ന ആ വിഷവിത്തിനെ എൻ്റെ പെണ്ണിൻ്റെ ജീവിതത്തിൽ നിന്നും ആ സ്ഥാനം കൊണ്ടുപോലും എനിക്ക് ഇല്ലാതാക്കണം. അതിനുശേഷം എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ നിർത്തിക്കൊടുക്കണം. എനിക്ക് എൻ്റെ പെണ്ണ്, എൻ്റെ ഭാര്യ ഇതാണ് എന്ന് പറഞ്ഞ് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ആ സമയം ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയ ആ കണ്ണുനീർ അവൻ കൈകൾ കൊണ്ട് തുടച്ചു കൊടുത്തു. മതി കരഞ്ഞത്, ഒരുപാട് കരഞ്ഞില്ലേ നീ? നിന്റെ ജീവിതത്തിൽ ഇനി കരയണ്ട, ഞാനില്ലേ നിന്റെ കൂടെ? അവൻ പറഞ്ഞുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. അവളും അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ചു. അതെ, കുറച്ചു സമയം കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ നിൽക്കുന്ന അവളെ അവൻ വിളിച്ചു. അവൾ മുഖമുയർത്തി അവനെ നോക്കി. ഇങ്ങനെ നിന്നാലേ ശരിയാകില്ല. 10 മണിക്ക് കോടതിയിൽ നിന്ന് വിളിക്കുമ്പോൾ എൻ്റെ പെണ്ണ് വീഡിയോ കോളിൽ എത്തണം. അതുകൊണ്ട്
നിന്റെ ശരത്തേട്ടൻ പോയി കുളിച്ചിട്ട് വേഗം വരാം. അവൻ പറഞ്ഞതും അവൾ അവന്റെ അടുത്ത് നിന്നും മാറി നിന്നു. അവളുടെ കവിളിൽ ഒന്ന് പതിയെ തട്ടിക്കൊണ്ട് അവൻ വാഷ്റൂമിലേക്ക് കയറി. അവൻ പോകുന്നത് നോക്കി നിന്ന അവൾക്ക് മനസ്സിൽ ഒരു തണുപ്പ് വരുന്നത് പോലെ തോന്നി. ഇത്രയും നേരം ഉണ്ടായിരുന്ന ടെൻഷൻ കുറഞ്ഞതുപോലെ അവൾക്ക് തോന്നി. അവൾ വേഗം തന്നെ ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. കിച്ചണിൽ ചെല്ലുമ്പോൾ അവിടെ ലക്ഷ്മി ഉണ്ടായിരുന്നു. ശരത്തേട്ടൻ എവിടെ? അവൾ ചോദിച്ചു. കുളിക്കാൻ കയറി, ദേവിക പറഞ്ഞു. മോളെ, ഈ ചായ കുടിക്ക് എന്ന് പറഞ്ഞ് സീതാമ്മ ചായ അവൾക്ക് കൊടുക്കൂ. ടെൻഷനുണ്ടോ മോൾക്ക്? സീതാമ്മ ചോദിച്ചു. ഇല്ല ഇല്ല സീതാമ്മ, എനിക്കിപ്പോൾ ടെൻഷനുകളൊന്നുമില്ല. നിങ്ങളെല്ലാം എൻ്റെ കൂടെയില്ലേ? അവൾ പറഞ്ഞതും അത് കേട്ട് സീതാമ്മ അവളുടെ കവിളിൽ പിടിച്ചുകൊണ്ട്, ഒരു ടെൻഷനും വേണ്ട, ഞങ്ങളെല്ലാവരും ഉണ്ട്, ധൈര്യമായിട്ടിരിക്കണം. സീതാമ്മ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു. നീ വരാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മിയും അടുക്കള ഭാഗത്ത് കൂടി പുറത്തേക്ക് ഇറങ്ങിയതും അവളുടെ പുറകെ തന്നെ ദേവികയും ഇറങ്ങി. പാവം കുട്ടിയല്ലേ, ടെൻഷനില്ല എന്ന് പറഞ്ഞാലും അതിന് അവനെ കാണുമ്പോൾ ഒരു പേടിയുണ്ടാകാൻ സാധ്യതയുണ്ട്. മാധവിന്റെ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ദേവികയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതൊന്നോർത്ത് കൃഷ്ണേട്ടൻ ടെൻഷൻ ആവണ്ട. അവളുടെ കൂടെ ശരത്തുള്ളിടത്തോളം അവൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാകില്ല. സീതാമ്മ നിറഞ്ഞ പുഞ്ചിരിയോടെ പറയുന്നത് കേട്ടതും, എന്താണ് എന്റെ ഭാര്യയുടെ മുഖത്ത് ഒരു പുഞ്ചിരി? മാധവിന്റെ അച്ഛൻ ചോദിച്ചതും, ഒന്നുമില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിന്ന് അവരുടെ ജോലിയിൽ അവർ തുടർന്നു. പുറത്തേക്കിറങ്ങിയതും ദേവിക ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചു. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. അവൾ പറഞ്ഞത് കേട്ടതും ലക്ഷ്മി ഒന്നും മനസ്സിലാകാത്തതുപോലെ അവളുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ എന്തൊക്കെയോ കണ്ടതുപോലെ അവൾ ദേവികയുടെ കവിളിൽ പിടിച്ചു. അപ്പോ എൻ്റെ ദേവു അറിഞ്ഞു തുടങ്ങി ഒരാണിൻ്റെ സ്നേഹം? ലക്ഷ്മി ചോദിച്ചതും ദേവിക നാണത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു. കൊള്ളാം, പക്ഷെ സ്നേഹിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞേക്ക് നിന്റെ ശരത്തേട്ടനോട്. ലക്ഷ്മി പറഞ്ഞതും, അത് നിന്റെ മാധവേട്ടനോട് കൂടി പറഞ്ഞേക്ക്. തിരിച്ച് ദേവിക പറഞ്ഞതും പെട്ടെന്ന് ലക്ഷ്മി അവളുടെ മുഖത്തേക്ക് നോക്കി. അത് കണ്ടതും ദേവിക അവളുടെ ചുരിദാറിന്റെ കഴുത്തിന്റെ ഭാഗത്ത് തൊട്ടു. കഴുത്തില് ഒരു ഷോൾ ഇടുന്നത് നല്ലതായിരിക്കും, ഈ പാടുകള് ആരും കാണില്ല. ദേവിക പറഞ്ഞതും ലക്ഷ്മി നാവു കടിച്ച് അവളെ നോക്കി. പിന്നെ രണ്ടുപേരും ഒരുമിച്ച് പൊട്ടിച്ചിരിച്ചു. അത് കണ്ടുകൊണ്ടാണ് സാന്ദ്ര കിച്ചണിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. എന്താണ് രണ്ടുപേരും കൂടി ഇവിടെ പരിപാടി? സാന്ദ്ര ചോദിച്ചതും, ഇവിടെ ഭർത്താക്കന്മാരുടെ സ്നേഹത്തെക്കുറിച്ച് പറയുകയായിരുന്നു. ലക്ഷ്മി പറഞ്ഞതും പിന്നെ 3 പേരും തമാശ പറഞ്ഞ് ചിരിച്ചു നിൽക്കുമ്പോഴാണ്, നിങ്ങൾക്ക് ഇന്ന് സ്കൂളിലും മറ്റും പോകണ്ടേ പിള്ളേരെ എന്ന് ചോദിച്ചുകൊണ്ട് ടീച്ചറമ്മ അങ്ങോട്ട് വരുന്നത്. നേരത്തെ പോകണ്ടേ മോളെ ദേവു? ടീച്ചറമ്മ വിളിച്ചതും ദേവു ടീച്ചറമ്മയുടെ അടുത്തേക്ക് ചെന്നു. എന്താ ടീച്ചറമ്മേ? അവൾ ചോദിച്ചു. ഇന്നത്തെ ദിവസം ടീച്ചറമ്മയ്ക്ക് അറിയാം മോൾക്ക് നല്ല ടെൻഷൻ ഉണ്ടാവുമെന്ന്. പക്ഷേ ടെൻഷനൊന്നും ആവണ്ട, ധൈര്യമായിട്ട് നിന്റെ മനസ്സിലുള്ളത് പറയണം. ഇത് നിനക്ക് ദൈവമായിട്ട് തരുന്ന ഒരു ചാൻസാണ്. ജീവിതത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട ദിനങ്ങൾ, വെറുക്കപ്പെട്ട മനുഷ്യൻ, എല്ലാവരെയും ഉപേക്ഷിക്കാനായിട്ട് എൻ്റെ മോൾക്ക് തരുന്ന ദൈവത്തിൻ്റെ അവസരം. അത് നീ നന്നായിട്ട് തന്നെ ഉപയോഗിക്കണം. ഞങ്ങളെല്ലാവരും നിന്റെ ഒപ്പമുണ്ട്, ധൈര്യമായിട്ട് നേരിടണം എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ തലയിൽ തലോടി. അപ്പോഴാണ് മാഷും അങ്ങോട്ട് വരുന്നത്. മോള് ഒന്നും ഓർത്ത് പേടിക്കണ്ട കേട്ടോ, ധൈര്യമായിട്ട് നിന്ന് കാര്യങ്ങൾ പറയണം, മാഷും പറഞ്ഞു. അവൾ രണ്ടുപേരുടെയും മുഖത്ത് നോക്കി. ഉറപ്പായിട്ടും എനിക്കിനി നിങ്ങളെ വിട്ടൊരു ജീവിതമല്ല. അതുകൊണ്ട് എൻ്റെ പഴയ ജീവിതത്തെ പൂർണ്ണമായിട്ടും ഞാൻ ഉപേക്ഷിക്കുകയാണ്. എനിക്കിനി നിങ്ങൾ മതി, നിങ്ങളുടെ കൂടെ ജീവിച്ചാൽ മതി. അവൾ രണ്ടുപേരുടെയും കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ വേഗം ചെന്ന് റെഡിയാകാൻ നോക്ക്. റെഡിയായിട്ട് രണ്ടുപേരും കൂടി അമ്പലത്തിലും പോകണം. അമ്പലത്തിൽ പോയിട്ട് സ്കൂളിലേക്ക് പോയാൽ മതി. പിന്നെ നിങ്ങൾ രണ്ടുപേരും ശരത്തും മോളും കൂടി ഒരുമിച്ചിറങ്ങുമ്പോൾ ശരത്തിൻ്റെ അച്ഛനും അമ്മയും ചോദിക്കും. പക്ഷേ ഒരു കാര്യം ചെയ്, ഇന്ന് സാന്ദ്രമോളും ലക്ഷ്മി മോളും കൂടി പോയിക്ക് കൂടെ, അപ്പോൾ പിന്നെ സംശയം ഉണ്ടാവില്ല, ടീച്ചറമ്മ പറഞ്ഞു. അത് മതി എന്ന് അവർ തീരുമാനിച്ചു. എല്ലാവരും റെഡിയാകാനായി പോയി. അപ്പോഴാണ് മാധവ് താഴേക്ക് ഇറങ്ങി വരുന്നത് കാണുന്നത്. മാധവേട്ടാ, ഞങ്ങളിന്ന് ശരത്തേട്ടിൻ്റെ ഒപ്പമാണ് പോകുന്നത്. ദേവുവിനെ മാത്രം ശരത്തേട്ടിൻ്റെ ഒപ്പം വിട്ടാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞങ്ങളും കൂടി കൂടെ പോകാമെന്ന് കരുതുന്നു, ലക്ഷ്മി പറഞ്ഞു. ശരി, നന്നായിട്ട് ശ്രദ്ധിക്കണം, ടെൻഷനൊന്നും അടിക്കരുത് കേട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാധവ് അവളുടെ അടുത്ത് വന്നു. അവളെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. ദേവു റൂമിൽ ചെല്ലുമ്പോൾ ശരത്ത് കുളി കഴിഞ്ഞ് ഇറങ്ങിയിരുന്നു. റെഡിയായി നിന്ന് കണ്ണാടിയിൽ നോക്കി മുടി ചീകിക്കൊണ്ട് നിൽക്കുകയായിരുന്നു.
കയ്യിലെ കോഫി അവൾ ശരത്തിന് കൊടുത്തു. ശരത്തേട്ടാ, ഈ കോഫി കുടിച്ചിട്ട് വേഗം റൂമിൽ നിന്ന് പോ. അമ്മയോ അച്ഛനോ ആരെങ്കിലും കണ്ടാ തീർന്നു. ശരത്തേട്ടൻ പുറത്ത് വെയിറ്റ് ചെയ്യും. അപ്പോഴേക്കും ഞാൻ റെഡിയായിട്ട് വരാം, അവൾ പറഞ്ഞു. ഞാൻ പുറത്ത് പോകില്ല, വേണമെങ്കിൽ റെഡി ആയിക്കോ എന്നായി അവൻ. അവൾ എത്ര പറഞ്ഞിട്ടും ഞാൻ പോകില്ല എന്ന് വാശി പിടിച്ച് തന്നെ അവൻ ഇരുന്നു. അവൾ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ പിന്നെ പോകണമെങ്കിൽ താൻ ചുണ്ടിൽ ചുംബിക്കണമെന്ന ആവശ്യവുമായിട്ട് വന്നു. പിന്നെ എങ്ങനെയെങ്കിലും ആളെ പുറത്ത് എത്തിച്ചേ പറ്റൂ എന്നുള്ളത് കൊണ്ട് അവൾ അവന്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. കണ്ണുകൾ അടച്ച് അവൻ അവളുടെ ആ ചുംബനം സ്വീകരിച്ചു. അവളുടെ ചുണ്ടിന്റെ തണുപ്പറിഞ്ഞതും അവൻ പതിയെ കണ്ണു തുറന്നു. അവളെ ചേർത്ത് പിടിക്കാൻ പോയതും അവൾ പെട്ടെന്ന് തന്നെ അകന്നു മാറി. സ്കൂളിൽ പോകുന്ന വഴിക്ക് അമ്പലത്തിൽ പോകണം അവൾ പറഞ്ഞതും അവൻ സമ്മതിച്ചുകൊണ്ട് വേഗം അവിടെ നിന്നും ഇറങ്ങി മുകളിലെ അവന്റെ റൂമിലേക്ക് പോയി. ശരത്തിന്റെ അമ്മയും അച്ഛനും എഴുന്നേറ്റ് വന്നപ്പോഴേക്കും എല്ലാവരും പോകാനായി റെഡിയായി വന്നിരുന്നു. സാന്ദ്രയും അവരുടെ അടുത്തേക്ക് വന്നു. നിങ്ങൾ എന്തിനാ ഇത്ര നേരത്തെ പോകുന്നത്? ശരത്തിന്റെ അമ്മ ചോദിച്ചു. പോകുന്ന വഴിക്ക് അമ്പലത്തിലൊന്ന് കയറാൻ തീരുമാനിച്ചിട്ടുണ്ട്, സാന്ദ്ര പറഞ്ഞു. ശരത്ത് അപ്പോഴേക്കും കയ്യിലെ വാച്ച് കെട്ടി താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടതും നിനക്കും ഇത്ര നേരത്തെ പോണം എന്ന് ശരത്തിന്റെ അമ്മ ചോദിച്ചു. എനിക്ക് പോണം, ഞാൻ നേരത്തെ പോകും എല്ലാ ദിവസവും, അവൻ പറഞ്ഞു. ഇന്നലത്തെ സംസാരമല്ല ശരത്തിന് എന്ന് അവന്റെ അമ്മയ്ക്ക് തോന്നി. അവർ ഭർത്താവിനെയും എല്ലാവരെയും ഒന്ന് നോക്കി. ലക്ഷ്മിയോട് ദേവിക കാര്യം പറഞ്ഞിരിക്കുന്ന കൊണ്ട് തന്നെ അവൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരത്തിന്റെ അച്ഛന്റെയും അമ്മയുടെയും വരവിന്റെ പിന്നിലുള്ള ഉദ്ദേശം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരോട് ചെറിയൊരു ദേഷ്യം തോന്നിയിരുന്നു. എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. എല്ലാവരും വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് കഴിച്ചുകൊണ്ട് വേഗം പോകാനായി ഇറങ്ങി. ആദ്യം ശരത്താണ് ഇറങ്ങിയത്. അമ്പലത്തിലും പോയി ലക്ഷ്മിയെയും സാന്ദ്രയെയും മിത്രയെയും അവളുടെ കൂട്ടുകാരിയെയും സ്കൂളിന് മുന്നിൽ ഇറക്കി കൊടുത്തതിന് ശേഷമാണ് ശരത്ത് ദേവികയെയും കൊണ്ട് അവളുടെ സ്കൂളിലേക്ക് പോയത്. ദേവിക അവനോട് പറഞ്ഞ് സ്കൂളിലേക്ക് പോയി. താൻ ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് അവൻ കാറിന്റെ പുറത്ത് അക്ഷമനായി ശരത്ത് നിന്നു. കയ്യിലെ വാച്ചിലേക്ക് സമയം നോക്കിയതും 10 മണി ആകാൻ പോകുന്നു എന്ന് കണ്ടതും അവൻ കണ്ടു സ്കൂളിൽ നിന്നും നടന്നു വരുന്ന ദേവികയെ. ചെറിയൊരു പുഞ്ചിരി ആ ചുണ്ടുകളിൽ ഉണ്ട് എന്ന് കണ്ടപ്പോൾ അവന് ആശ്വാസം തോന്നി. അവൾക്ക് ടെൻഷനില്ല എന്ന് അത് കണ്ടപ്പോൾ ശരത്തിന് തോന്നി. അവൾ വന്നതും രണ്ടുപേരും കാറിലേക്ക് കയറി. ശരത്ത് ഡ്രൈവിംഗ് സീറ്റിൽ നിശബ്ദനായി ഇരുന്നു. പേടിക്കണ്ട, അവൻ അവളെ നോക്കി പറഞ്ഞു. സ്ക്രീനിലൂടെയാ അവനെ കാണുന്നത്. നിനക്കിഷ്ടമില്ലാത്ത ഒരു വാക്ക് പോലും നീ പറയണ്ട. ദേവിക തല കുലുക്കി. അവളുടെ ഫോണിൽ അഡ്വക്കേറ്റിന്റെ നിർദ്ദേശം വ്യക്തമായിരുന്നു. ക്യാമറ ഫ്രെയിമിൽ നീ മാത്രം മതി, ശരത്തിനെ കാണരുത്. ശബ്ദം ശാന്തവും വാക്കുകൾ വ്യക്തവും ആയിരിക്കണം, അവർ പറഞ്ഞു. ശരത്ത് അവൾക്ക് ധൈര്യം നൽകിക്കൊണ്ട് പിന്നിലെ സീറ്റിലേക്ക് മാറി. സ്ക്രീനിൽ അവന്റെ പ്രതിഫലനം പോലും വരരുതെന്നത് പോലെ. അതേസമയം മറ്റൊരു സ്കൂളിന്റെ പ്രിൻസിപ്പൽ റൂമിൽ ശോഭനാമ മാഡത്തിന്റെ മുറിയില് ലക്ഷ്മി കസേരയിൽ നേരെയിരുന്നു. കഴുത്തിൽ താലി, നെറ്റിയിൽ കട്ടിക്ക് തന്നെ കുങ്കുമം. വിവാഹത്തിന് ശേഷമുള്ള ആ ശാന്തമായ ഉറപ്പ് മാധവിന്റെ കണ്ണുകളിൽ തെളിഞ്ഞു. ലക്ഷ്മിയുടെ അവസ്ഥ ആലോചിച്ച് ടെൻഷൻ തോന്നി. മാധവ് സ്കൂളിലേക്ക് വന്നതാണ്. അവൾക്ക് ധൈര്യം പകരാൻ എന്നതുപോലെ അവനും അവളുടെ കൂടെ തന്നെ ഇരുന്നു. ഇന്ന് നീ മറക്കേണ്ട ഒരു ഭാര്യയുടെ എല്ലാ ലക്ഷണവും, അവൻ പതുക്കെ പറഞ്ഞു. നീ ആരാണെന്ന് അവൻ കാണട്ടെ. ശോഭന മാഡം തന്നെ കർട്ടൻ ശരിയാക്കി. പിന്നിൽ ഒരു ശൂന്യ ഭിത്തി മാത്രം. ഇത് സ്കൂളാണെന്ന് ആർക്കും തോന്നരുത്. ധൈര്യമായിട്ട് കാര്യങ്ങൾ പറയണം, ഭയന്നിരിക്കരുത്, അവർ ലക്ഷ്മിയുടെ കൈപിടിച്ച് പറഞ്ഞു. സത്യം പറയുന്നവൾക്ക് ഭയക്കേണ്ട ആവശ്യമില്ല, മാധവ് പറഞ്ഞു. സ്ക്രീൻ ഓണായ ആ സമയം ഈശ്വറിന്റെ ശ്വാസം നിന്നു. ആദ്യ ഫ്രെയിമിൽ ദേവിക. അവൾ മാറിയിരിക്കുന്നു. കണ്ണുകളിൽ പഴയ ഭയം ഉണ്ടായിരുന്നില്ല, അതിന് പകരം പുതിയൊരു ഉറപ്പ്. അടുത്ത ഫ്രെയിമിൽ ലക്ഷ്മി, താലിയോടെ നേരെ നോക്കുന്ന കണ്ണുകൾ. ഒരുപാട് കാലം ഒളിപ്പിച്ച സത്യം ഇപ്പോൾ വാക്കാൽ തയ്യാറായ മുഖം. ഈശ്വർ അറിയാതെ കസേരയുടെ കയ്യിൽ പിടിമുറുക്കി. ദേവിക, ജഡ്ജിയുടെ ശബ്ദം. നിനക്ക് ഈശ്വറിനോട് സംസാരിക്കണോ എന്നത് നിന്റെ തീരുമാനമാണ്. ഒരു നിമിഷം ദേവിക സ്ക്രീനിലേക്ക് നോക്കി. ഈശ്വറിന്റെ കണ്ണുകൾ അവളെ തേടി. അവൾ പതുക്കെ പറഞ്ഞു, 1 മിനിറ്റ്, അത്രേ. കാറിന്റെ പിന്നിലെ സീറ്റിൽ ശരത്ത് കണ്ണുകൾ അടച്ചു. അവളുടെ ശബ്ദം വിറയ്ക്കരുതേ എന്ന് അവൻ പ്രാർത്ഥിച്ചു. ലക്ഷ്മിയുടെ മുറിയിൽ മാധവ് തല കുനിച്ചു. ഇതൊരു വീഡിയോ കോൺഫറൻസ് അല്ലായിരുന്നു, ഇത് 3 ജീവിതങ്ങൾ ഒരേ സ്ക്രീനിൽ സത്യം പറയാൻ നിൽക്കുന്നു. ഒരു വിധി നിശ്ചയ നിമിഷമായിരുന്നു.
ദേവിക ശ്വാസം എടുത്തു. കണ്ണുകളിൽ ഇന്നലത്തെ രാത്രിയുടെ സ്നേഹത്തിന്റെ പ്രണയത്തിന്റെ ഓർമ്മ അവളിലേക്ക് കടന്നു വന്നു. അവൾക്ക് വല്ലാത്തൊരു ധൈര്യം തോന്നി. അവൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ കോടതിയിലല്ല, അവളുടെ ഉള്ളിലായിരുന്നു യഥാർത്ഥ വിചാരണ. കോടതി മുറിയുടെ നിശബ്ദത വീഡിയോയിലൂടെ അവരിലേക്കും പടർന്നു വന്നു. ജഡ്ജി കണ്ണട ശരിയാക്കി. ആദ്യം ദേവികയെ നോക്കി. ദേവിക, നീ ഇവിടെ നിൽക്കുന്നത് നിന്റെ സ്വമേധയാ തന്നെയാണോ? ദേവിക ഒരു നിമിഷം കണ്ണടച്ചു. ശ്വാസം ഉള്ളിലേക്കെടുത്തു. അതെ മേഡം, ഇതെന്റെ തീരുമാനമാണ്. ആരുടെയും സമ്മർദ്ദമില്ല. ഈശ്വരന്റെ കൈ അറിയാതെ വിറച്ചു. ജഡ്ജി, നിനക്ക് ഈശ്വരനെ നേരിൽ കാണാൻ ഭയമുണ്ടോ? അവളുടെ ശബ്ദം കൂടുതൽ ഉറപ്പുള്ളതായി. ഉണ്ട്. അതുകൊണ്ടാണ് സ്ക്രീനിലൂടെ മാത്രം ഞാൻ സംസാരിക്കാൻ തയ്യാറായത്. ഒരു നിമിഷം അവിടെ ആകെ നിശബ്ദത പരന്നു. ജഡ്ജി, ഈ വിവാഹബന്ധം നീ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ചോദ്യം ഉണ്ടാകുമെന്ന് ദേവികയ്ക്ക് അറിയാമായിരുന്നു. എന്നിട്ടും ആ വാക്കുകൾ അവളുടെ നെഞ്ചിൽ തട്ടി. അവൾ നേരെ ക്യാമറയിലേക്ക് നോക്കി. ഇല്ല മേഡം, ഒരു ബന്ധം എന്റെ പൂർണ്ണ സമ്മതത്തോടെ അല്ലാതെ എന്റെ ശരീരത്തിനും മനസ്സിനെയും വേദനിപ്പിക്കുന്നതിനാണെങ്കിൽ അത് വിവാഹമല്ല, അത് തടവാണ്. പെട്ടെന്ന് ഈശ്വർ ഇടപെട്ടു. അവന്റെ അഭിഭാഷകൻ അനുമതി ചോദിച്ചു. ദേവിക, നമുക്ക് സംസാരിക്കാലോ? ഒരവസരം. ദേവിക അവനെ നോക്കി. ആ നോട്ടത്തില് കോപമില്ലായിരുന്നു. അവളുടെ നോട്ടത്തിന്റെ ഭാവം എന്താണെന്ന് അവനപ്പോൾ വ്യക്തമായില്ല. ദേവിക, നമ്മൾ ഒരുമിച്ചുള്ളപ്പോൾ പോലും നമ്മൾ രണ്ടുപേരും സംസാരിച്ചിട്ടില്ലല്ലോ ഈശ്വർ. അപ്പോൾ സംസാരിക്കാനില്ലാത്ത എന്താണ് നമുക്ക് ഇപ്പോൾ സംസാരിക്കാനുള്ളത്? എനിക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ അന്നും താല്പര്യമില്ലായിരുന്നു. ഇന്നും താല്പര്യമില്ല എനിക്ക്. അതിന് കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വളരെ ശാന്തമായി തന്നെയാണ് ദേവിക്ക് അത് പറഞ്ഞത്. എന്റെ അനുവാദം ചോദിച്ചിട്ടാണോ നീ എന്നെ വിവാഹം കഴിച്ചത്? എന്റെ അനുവാദം ചോദിച്ചിട്ടാണോ നീ എന്റെ ശരീരം കീഴടക്കിയത്? എന്റെ അനുവാദം ചോദിച്ചിട്ടാണോ നീ എന്നെ ആ വീട്ടിൽ നിർത്തിയത്? അല്ല, ഒന്നിനും നീ എന്റെ അനുവാദം ചോദിച്ചിട്ടില്ല. എല്ലാം നീ എന്നിലേക്ക് അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇത് എല്ലാത്തിൻ്റെയും അവസാനമാണ്. അവളുടെ വാക്കുകൾ ഒരു കത്തി പോലെയായിരുന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.